ആരും ഒന്നും അറിയണ്ട, എല്ലാം ഞാൻ തീരുമാനിച്ചോളാം എന്ന ഒറ്റക്കൊമ്പൻ നിലപാടുമായിട്ട് നാളിതുവരെ കേരളം ഭരിച്ച പിണറായി വിജയൻ സാമ്രാജ്യത്തിൽ ഇപ്പോൾ അസ്വസ്ഥതയുടെ പുകപടലങ്ങൾ ഉയരുകയാണ്. അജയനാണെന്നും ഇരട്ടച്ചങ്കനാണെന്നും വിശേഷിക്കപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ സ്വന്തം മന്ത്രിസഭ തന്നെ വിരൽ ചൂണ്ടുന്ന അസാധാരണമായ കാഴ്ചയ്ക്കാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. മൂന്നാം ഊഴം ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി തയ്യാറാക്കിയ മിഷൻ 110 എന്ന മാസ്റ്റർ പ്ലാൻ സ്വന്തം പാളയത്തിൽ തന്നെ വൻ പൊട്ടിത്തെറിക്ക് വഴിമരുന്നിട്ടിരിക്കുന്നു. 110 സീറ്റുകൾ നേടി തുടർച്ചയായിട്ടുള്ള മൂന്നാം ഭരണവും അധികാരത്തിലേറാനുള്ള പിണറായിയുടെ അതിമോഹത്തിന് വേണ്ടി തയ്യാറാക്കിയ രഹസ്യ പദ്ധതി മന്ത്രിമാരുടെ മുന്നിൽ അവതരിപ്പിച്ചതോടെയാണ് വിയോജിപ്പിന്റെ സ്വരങ്ങൾ പരസ്യമായത്. 3.5 മണിക്കൂർ നീണ്ട ആ മാരത്തോൺ യോഗത്തിൽ കേവലം നിർദ്ദേശങ്ങൾ നൽകുകയല്ല, മറിച്ച് തന്റെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ഓരോ മന്ത്രിയും ഏത് മണ്ഡലത്തിൽ ശ്രദ്ധിക്കണം, എന്ത് പ്രചാരണം നടത്തണം എന്നതിനെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുൻകൂട്ടി തയ്യാറാക്കിയ ലിസ്റ്റ് നൽകിയപ്പോൾ പല മുതിർന്ന മന്ത്രിമാരും സ്തംഭിച്ചുപോയി. തങ്ങൾ വെറും റബ്ബർ സ്റ്റാമ്പുകളാണോ എന്ന ചോദ്യമാണ് ഓരോ മന്ത്രിയുടെയും ഉള്ളിൽ നിന്നും ഉയർന്നത്. ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ 50 ദിവസത്തെ കർമ്മ പദ്ധതി ആവിഷ്കരിക്കുമ്പോഴും ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കുന്നത് മന്ത്രിമാർ തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ താഴെത്തട്ടിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ PR ഏജൻസികൾ തയ്യാറാക്കിയ ഡാറ്റയുമായി മുന്നോട്ടു പോകുന്ന മുഖ്യന്റെ ശൈലിയിൽ ഘടകകക്ഷികൾക്കും കടുത്ത അതൃപ്തിയുണ്ട്. വിവാദങ്ങളെ വികസനം കൊണ്ട് നേരിടാം എന്ന മുഖ്യമന്ത്രിയുടെ ഉപദേശം പരിഹാസമായിട്ടാണ് പല മന്ത്രിമാരും കാണുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ശമ്പളവും പെൻഷനും നൽകാൻ പോലും പണമില്ലാത്ത അവസ്ഥയിൽ എന്ത് വികസനമാണ് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്ന മന്ത്രിമാരുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ ചോദിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് കനത്ത തിരിച്ചടിക്ക് കാരണം മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യപരമായ തീരുമാനങ്ങളും ജനങ്ങളിൽ നിന്നും അകൽച്ചയുമാണെന്ന് CPM-നുള്ളിൽ തന്നെ ഒരു വലിയ ബോധ്യമുണ്ട്. ജയിക്കുമെന്ന് ഉറപ്പില്ലെങ്കിൽ പകരം സ്ഥാനാർത്ഥിയെ വെക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഭീഷണി സ്വരത്തിലുള്ള മുന്നറിയിപ്പ് പല പ്രമുഖ നേതാക്കളെയും പ്രകോപിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഈ ഒറ്റയാൻ പടയോട്ടം പാർട്ടിയെയും മുന്നണിയെയും വലിയൊരു തകർച്ചയിലേക്ക് എത്തിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. ക്ലിഫ് ഹൗസിലെ 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്ന ആവശ്യം പരോക്ഷമായ മന്ത്രിസഭയിൽ ഉയർന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ ചിലർ മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനെതിരെയും CPI അടക്കമുള്ള ഘടകകക്ഷികളും പടയൊരുക്കം തുടങ്ങിയിട്ടുണ്ട്. വികസനത്തിന്റെ പേരിൽ നടത്തുന്ന കോടികളുടെ PR വർക്കുകൾ കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കഴിയില്ല എന്നും താഴെ തട്ടിലെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മിഷൻ 110 വിജയിക്കില്ല എന്നും ഉറപ്പിച്ചു പറയാൻ ഇപ്പോൾ മന്ത്രിമാർ തയ്യാറാകുന്നു. അധികാരത്തിന്റെ സോപാനത്തിൽ നിന്നും താഴെ ഇറങ്ങാൻ മടിക്കുന്ന ഓരോ ഭരണാധികാരിയുടെ അവസാന തന്ത്രമായിട്ടാണ് ഈ മിഷൻ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. സ്വന്തം വകുപ്പുകളിൽ പോലും ഇടപെടാൻ സ്വാതന്ത്ര്യമില്ലാത്ത മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ ഈ അതിമോഹത്തിന് കൂട്ടുനിൽക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് നീങ്ങുകയാണ്. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അധികാര കേന്ദ്രീകരണം നടത്തുന്ന പിണറായി വിജയൻ തന്റെ മൂന്നാം ഊഴത്തിന് തടസ്സം നിൽക്കുന്ന ആരെയും വെട്ടിനിരത്താൻ മടിക്കില്ല എന്ന് അവർക്കറിയാം. എന്നിട്ടും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി ഭയക്കുന്ന മന്ത്രിമാർ ഇപ്പോൾ മൗനം വെടിയാൻ തുടങ്ങിയിരിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി അവതരിപ്പിച്ച റിപ്പോർട്ടുകൾക്കെതിരെ ചില മന്ത്രിമാർ ഉയർത്തിയ വിയോജിപ്പുകൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. ഭരണത്തിന്റെ തുടർച്ചയില മറിച്ച സ്വന്തം കസേര ഉറപ്പിക്കാനുള്ള മുഖ്യ നീക്കങ്ങൾക്കെതിരെ ഉയർന്ന ഈ പടയൊരുക്കാൻ മിഷൻ 110 തകർക്കുമോ അതോ പിണറായിയുടെ രാഷ്ട്രീയ കരുത്തിന് മുന്നിൽ ഈ മന്ത്രിമാർ വീണ്ടും മുട്ടുമടക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എന്തായാലും ഒറ്റക്കൊമ്പൻ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയ മുഖ്യമന്ത്രിക്ക് സ്വന്തം മന്ത്രിസഭ തന്നെ ഇപ്പോൾ വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ജനങ്ങളുടെ വികാരം മാനിക്കാതെ മുന്നോട്ട് പോയാൽ ഈ മിഷൻ പാളുമെന്നും അത് ഭരണത്തിന്റെ അവസാനമായിരിക്കുമെന്നുമുള്ള തിരിച്ചറിവിലാണ് കേരളത്തിലെ മന്ത്രിമാർ ഇപ്പോൾ എത്തി നിൽക്കുന്നത്.